ഞങ്ങളുടെ ജിമ്മിലെ ഓണപ്പരിപാടിയാണ്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് നാട്ടിലൊരു ഓണപ്പരിപാടിയൊക്കെ കൂടുന്നത്. ഇദ്ദേഹത്തെ മനസ്സിലായവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. അങ്ങനെ രാവിലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാം ഒക്കെയാണ് സ്റ്റാർട്ടായത്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം തിരുവാതിരയൊക്കെ കളിച്ചു. അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് മത്സരത്തിലോട്ട് കടന്നു. ആദ്യം തന്നെ കസേരകളിയായിരുന്നു. ഞാൻ പങ്കെടുത്തില്ല. എനിക്ക് അത്രയും കിടന്ന് കറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് തല കറങ്ങും. കുറേ പേരുണ്ടായിരുന്നു കളിക്കാനായിട്ട്. അങ്ങനെ ഇതിലും ചില പരിചയമുള്ള മുഖങ്ങളുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഇച്ചിരി പാടായിരിക്കും, എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഏതാണ്ട് 5 കസേര ഈ കസേരകളോടുകൂടെ പൊട്ടിയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും നല്ല രസമുണ്ടായിരുന്നു. ഫൈനലിൽ പ്രവീൺ ചേട്ടൻ തന്നെ ജയിക്കുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ കൾച്ചറൽ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത മത്സരം കലവാടി മത്സരമായിരുന്നു. കണ്ണ് കെട്ടിയിട്ട് കലവടിക്കണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് നല്ല വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള സദ്യയായിരുന്നു. 2 തരം പായസവും ഉണ്ടായിരുന്നു സദ്യയ്ക്ക്. ആദ്യം തന്നെ സേമിയ പായസമാണ് വിളമ്പിയത്. അത് കഴിഞ്ഞിട്ട് അടപ്രഥമനും വിളമ്പി. എനിക്ക് രണ്ടും ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ രണ്ടും കഴിച്ചു. സദ്യ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണമല്ലോ. അങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഞാൻ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കരയോത്തിൽ ഓണപരിപാടിയായിരുന്നു ഇന്ന്. ഞാൻ ആദ്യം തന്നെ വലിയ ചേച്ചിമാരുടെ വടംവലിയായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അവരുടെ വടംവലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചു ചെക്കന്മാരുടെ ആയി 2 സൈഡിലും. അവരും നല്ലപോലെ ചെയ്തു. പക്ഷേ റോഡിലായതുകൊണ്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ ചിലർ കാണുമല്ലോ, ഒന്നിലും പങ്കെടുക്കാത്ത ചില ടീംസ്, അങ്ങനെയുള്ളവരാണിത്. അതിലൊന്നും എൻ്റെ അനിയനാണ്. ഇതാണ് കൂടുതൽ ഏറ്റവും ഇളയവന്. ഭയങ്കര കുറുമ്പാണ് അയാൾ. അവന്മാരെന്ത് പറഞ്ഞാലും അത് ഊട്ടങ്ങ് ചെയ്യും. ഇവനിപ്പോൾ എൻ്റെ അനിയൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ നിൽക്കുന്ന ഇവൻ്റെ അനിയനാണ്. ഇവർ തമ്മിൽ ഏതാണ്ട് ഒരു 19 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നല്ല രസം കേട്ടോ ആൾ. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കൊച്ചു പെൺപിള്ളാറെ വടംവലിയായി. അവരും വടംവലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. 10 ബായ്.